ഞാൻ തുടങ്ങല്ലേ? തുടങ്ങാം തുടങ്ങാം. ആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിന്റെ ദിനങ്ങളിൽ ഖുർആൻ പഠിക്കുവാനും അത്തരത്തിലുള്ള നന്മയിലേക്ക് മുന്നേറുവാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സൂറത്തുൽ ഹാഖയുടെ 8 ആയത്തുകളാണ് നിലവിൽ പഠിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് പാരായണം ചെയ്യുവാനും അതിന്റെ തജ്വീദിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ അതിന്റെ അർത്ഥവും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാം തന്നെ എന്റെ കൂടെ വരുന്നുണ്ട് വിചാരിക്കുന്നു. അതായത് ആ 8 ആയത്തും ബൈഹാട്ടായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടല്ലേ? അപ്പോ നമ്മളെന്ത് ചെയ്യാ, ഒരു ദിവസം ഒരാഴ്ചക്ക് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഖുർആൻ നമുക്ക് വലക്കറി ഖുർആൻ ഖുർആൻ വളരെ ഈസി ആക്കി തന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രന്ഥം 30 ജുസൊക്കെ മനപ്പാടാക്കാനുള്ള കഴിവ് അങ്ങനെ ആർക്കെങ്കിലും നമുക്ക് വളരെ എത്ര എത്ര ആളുകളാണ് ഈ ഒരു ഗ്രന്ഥം മനപ്പാടാക്കിയിരിക്കുന്നത്. അതിന് അള്ളാഹു അങ്ങനെ തന്നെ സംരക്ഷിക്കുന്നു പറഞ്ഞതുകൊണ്ടാണ് ഒരുപാട് ആളുടെ മനസ്സിലുണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്കും അല്പാൽപ്പം ഹിഫ്ളാക്കുക എന്നതാണ്. കുറേശ്ശെ കുറേശ്ശെ ഹിഫ്ളാക്കി എടുക്കുക. അതാണ്. അപ്പൊ അത് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് എന്താ, അള്ളാഹുവിന്റെ കലാമാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇതുണ്ട്. നബിക്കൊക്കെ വഹി ഇറങ്ങുന്ന സമയത്ത് നബി വിയർക്ക് പേടിച്ച് അങ്ങനെ അത്ര ഭാരം ആയിരുന്നു, ഒരു ഭാരം പോലെ ആയിരുന്നു. അപ്പൊ അള്ളാഹുന്റെ കലാമാണ് അന്ന് അങ്ങനത്തെ ആ ഒരു ഗൗരവത്തിൽ തന്നെ അതിന്റെ പ്രാധാന്യത്തിൽ തന്നെ ഇതിനെ പഠിക്കുക, നല്ലൊരു നീയത്തിലിരിക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരും ഖുർആൻ ഉള്ള ആളുകൾ ഖുർആനിലേക്ക് നോക്കണം. ഞാൻ നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء فرعون ومن قبله والمؤتفكات بالخاطئة. وجاء فرعون ومن قبله والمؤتفكات بالخاطئة. وجاء فرعون ومن قبله والمؤتفكات بالخاطئة. അപ്പൊ ഇതിന്റെ പാരായണം ശ്രദ്ധിച്ചു നോക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക. وجاء فرعون فرعون ومن قبله ومن قبله والمؤتفكات بالخاطئة. والمؤتفكات بالخاطئة. അവിടെ നോക്കുക. വജാ ഇന്ന തജ്വീദിന്റെ നിയമങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് അർത്ഥത്തിലേക്ക് വരാം. വജാ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ജാ എന്നുള്ള വേർഡിൽ റെഡ് കളർ കൊടുത്ത അടിഫിനെ കണ്ടല്ലോ, കണ്ടോ? അത് ജാ എന്നുള്ള വേർഡിൽ മദ്ദിന്റെ അക്ഷരമാണ് അലിഫ്. തൊട്ടു ശേഷം ഹംസ വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിരുന്നു മദ്ദിന്റെ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നേരം നിർത്തണം, അല്ലെ? എപ്പോഴാണ് വലിയ മദ്ദാവുന്നത്? അപ്പം ജാ എന്ന് പറയുന്നത് ജാ എന്ന് ഓതാൻ കാരണം ആ മദ്ദിന്റെ അക്ഷരം ശേഷം വന്ന ഹംസയാണ്. അപ്പൊ ഇങ്ങനെ മദ്ദക്ക് ശേഷം ഹംസ വരുമ്പോൾ നമ്മള് മദ് വലിയ മദ്ദാവുന്നത്, സാധാരണ നോർമൽ മദ് വലിയ മദ്ദാവുന്നത് എപ്പോഴൊക്കെ പഠിച്ചിരുന്നു? ഒന്ന് മദ്ദിന്റെ അക്ഷരം ശേഷം ഹംസ വരുമ്പോൾ, മറ്റൊന്ന് മദ്ദിന്റെ അക്ഷരം ശേഷം ഷദ്ദോ സുക്കൂന വരുമ്പോൾ. ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് സാധാരണ നോർമൽ മദ് വലിയ മദ്ദായി ഓതേണ്ടത്. അതിന് എത്ര എത്ര അക്ഷരങ്ങളാണ് നീട്ടേണ്ടത് എന്നൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നോക്കുക, വജ എന്നുള്ള ഒരു മദ്ദിന്റെ അക്ഷരം ശേഷം ഹംസ വന്നു. പക്ഷെ ഇത് നീട്ടൽ നിർബന്ധമാണ്. കാരണം മദ്ദിന്റെ അക്ഷരം വന്നിരിക്കുന്നത് സിംഗുലർ വേർഡിൽ മദ്ദിന്റെ അക്ഷരവും ഹംസയും വന്നിരിക്കുന്നു ഒറ്റ പദത്തിലാണ്. ജ എന്നുള്ള ഒരു ഒറ്റ പദമാണ്. ജ വന്നു. ഇങ്ങനെ ഒറ്റ പദത്തിൽ വരുമ്പോൾ ഇതിന് പറയാം മദ്ദുൽ മുത്തസിൽ എന്നാണ്.
ഒറ്റ മുത്ത അങ്ങനെ ഓർത്ത് വെക്കുക. ഒറ്റ എന്ന ശബ്ദം നമ്മൾ പറയില്ല, ഒറ്റ അങ്ങനെ ഒരു മുത്തസിൽ, മദ്ദുൽ മുത്തസിൽ. അത് തെറ്റിപ്പോകാണെങ്കിൽ ഒറ്റ മുത്ത എന്ന് പറയാം, അങ്ങനെ അങ്ങനത്തെ പറഞ്ഞു. പേര് വേറെ പേര് പിടിക്കാണ്, അപ്പൊ മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഒറ്റ പദത്ത് വരുന്ന മുത്തസിലാണ്. അപ്പൊ മദ്ദുൽ മുത്തസിൽ നീട്ട നിർബന്ധമാണ്, വാജിബാണ്. അപ്പൊ മദ്ദുൽ മുത്തസിൽ വാജിബ്, അല്ലെങ്കിൽ മദ്ദു വാജിബ് അൽ മുത്തസിൽ, അങ്ങനെ. അപ്പൊ ഇവിടെ നീട്ടാൻ നിർബന്ധമാണ്. അതിന്റെ ലെറ്റേഴ്സ് നീട്ടാൻ സമയം 4 or 5 ഉണ്ടല്ലോ. എന്ന സൗണ്ട് ത്രോട്ടിൽ നിന്നാണ് കറക്ഷൻ എടുക്കുക. മദ്ദുൽ മുത്തസിൽ കേട്ടോ. അടുത്തത് ഫിരി ഔൻ. ഫിരി ഔൻ അവിടെ നോക്കുക, ഫ എന്ന അക്ഷരത്തിന് കെസ്റാണ്, തൊട്ട് ശേഷം റാവിന് സുക്കൂനാണ്. അങ്ങനെ സുക്കൂൺ റാവിന് തൊട്ട് മുമ്പ് കെസ്റ വന്നു കഴിഞ്ഞാൽ റാവിനെ സോഫ്റ്റ് ആക്കി ഇരുന്ന് ചൊരിക്കും. ഈ സുക്കൂണുള്ള റാവിന് ശേഷം ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, ഹെവി ലെറ്റേഴ്സ് വരരുത്. നമ്മൾ ഹെവി ലെറ്റേഴ്സ് ഏതൊക്കെ പറഞ്ഞിങ്ങനെ ചെറുങ്ങനെ കേട്ടിരുന്നു. ഹുറൂഫുൽ ഇസ്തിഅല എന്നാണ് ആ ഹെവി ലെറ്റേഴ്സിൽ പറയാം, ഹുറൂഫുൽ ഇസ്തിഅല. അത് ഏതൊക്കെ ചോദിച്ചാൽ ഹുസ്സ, ഹുസ്സാന ഖാ സ്വാദ്, ഹുസ്സ ളഗ്തിൻ ളാദ് ഗൈൻ താ, ളഗ്തിൻ ഖിർ, ഹുസ്സ ളഗ്തിൻ ഖിർ, ഖാഫ് ളാ. ഈ 7 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഇസ്തിഅല. ഇൻഷാല്ലാഹ് അത് പിന്നീട് പഠിക്കും, ഇപ്പൊ ജസ്റ്റ് കേട്ടാൽ മതി. അപ്പോൾ ആ ഹുറൂഫുൽ ഇസ്തിഅല വരാതിരിക്കുക ചെയ്യുക, അതായത് സുക്കൂൺ റാവിന് ശേഷം ഹെവി ലെറ്റേഴ്സ് വരാതിരിക്കുക. അപ്പൊ അവിടെ ഐനാണ്, സോഫ്റ്റ് ലെറ്റർ ആണ്, അതുകൊണ്ട് ഫിരി ഔൻ അങ്ങനെ പറയാം, ഫിരി ഔൻ. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഷിർക്ക്. ഷിർക്ക് അങ്ങനെ എനിക്ക് പറയാം ശരിക്ക് ഖുർആൻ ഓതുമ്പോ, ഖുർആൻ ഓതുമ്പോൾ ഷിർക്ക് എന്ന് പറയാം. ഇന്ന ഷിരിക്ക, ഷിർക്ക എന്ന് പറയുന്നത് ഷിരിക്ക. ആ റോന് സോഫ്റ്റ് ആക്കണം. കാരണം എന്താ, റോന്റെ തൊട്ടുപക്ഷത്തിന് കെസറുണ്ട്, കാഫ് ഹുറൂഫുൽ ഇസ്തിഅലാൽ പെട്ടത്, ഖാഫാണ് ഹുറൂഫുൽ ഇസ്തിഅലാൽ പെട്ടത്. അപ്പൊ കാഫാണ് വന്നിട്ടുള്ളത്, അപ്പൊ ഷിർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. റാവിനെ ചില സമയത്ത് ഹെവി ആയിട്ട് ഉച്ചരിക്കും, തഫ്ഹീം എന്ന് പറയും, തഫ്ഹീം. ചില സമയത്ത് സോഫ്റ്റ് ആയി, തർത്തീക്ക്, സോഫ്റ്റ് ആയി. ഇവിടെ തർത്തീക്കാണ്. അപ്പൊ ഇൻഷാല്ലാഹ് തർത്തീക്കും തഫ്ഹീമും വലിയൊരു ഒരു ഭാഗമാണ് ജീവിതത്തിന്റെ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ എന്താണ് മനസ്സിലാക്കുക, റാവ് തർത്തീക്ക് ഫീൽ ചെയ്യുക, ഫീൽ. ക്ലിയർ ആണല്ലോ. വജാഅ ഫിർഔനു വമൻ ഖബ്ലഹു. അടുത്ത വമൻ, ആ നൂനെ ശ്രദ്ധിച്ചാൽ പറയാം, നൂന്റെ മോള് ഒന്നുമില്ല, ഒരു ഡോട്ട് ഒന്നുമില്ല, സുക്കൂനായ നൂന്, സാക്കിനാണ് ശരിക്കും. അങ്ങനത്തെ നൂനിന് ശേഷം ഖാഫ വന്ന് അവിടെ ആ നൂനെ ഹൈഡ് ചെയ്യുക, മറച്ചു വെക്കുക, എന്നിട്ട് ഗുന്ന കൊടുക്കുക, ഇഖ്ഫ ബിഗുന്ന. ഇൻഷാല്ലാ ആ പേര് ഇങ്ങനെ കേട്ടാൽ മതി, ഇഖ്ഫ ബിഗുന്ന. മറച്ചു വെക്കുക, 2 അക്ഷരം മണിക്കുക, ഇഖ്ഫ ബിഗുന്ന. ഇൻഷാല്ലാ എന്താണ് പിന്നീട് എന്താ ഒന്ന് കേട്ട് മനസ്സിലാവും. ആ ലെറ്റേഴ്സ് നമ്മൾ പിന്നീട് പഠിക്കും, ഏതൊക്കെ ലെറ്റേഴ്സ് ആണുള്ളത്. ഇവിടെ സുക്കൂൻ നൂന് ശേഷം ഖാഫ് ആണെന്ന്, ഇഖ്ഫ ബിഗുന്ന പെട്ടാണ് ഖാഫ്. ആ നൂനെ സൗണ്ടിനെ സൗണ്ട് എന്ത് ചെയ്യണം, ഹൈഷൂമിൽ നമ്മൾ തരിമൂക്കിലേക്ക് കൊണ്ടുപോവുക. ومن وجاء فرعون ومن قبله ബസാക്കിന മുഖൽക്കല നമ്മൾ പഠിച്ചിരുന്നു, ഹുറൂഫുൽ ഖൽഖല ലെറ്റേഴ്സ് അല്ലേ. അപ്പൊ അതാണ് ഖബ്, പുറത്ത് തെറിപ്പിച്ച് വെച്ചിരിക്കുക. വമൻ ഖബ്ലഹു, അത് ചെറിയൊരു വാവ് കണ്ടോ, ഹുവിന് ശേഷം കണ്ടോ, ആരോ ഒന്ന് കാണിക്കോ. ആ ഖബ്ലഹു ചെറിയൊരു കുഞ്ഞു വാവ്, റെഡ് കളറിലോട്ടൊരു വാവ്, ചെറിയൊരു വാവ്. ആ ആ വാവ് നോക്കുക, വമൻ ഖബ്ലഹു പോരാ, ഹു 2 അക്ഷരം നിർത്തുക. അതേപോലെ മദ്ദു സില സുഹറാണ്, സില സുഹറ, സില ആണത്. ആ ഹു എന്നത് ഖബ്ലഹു പോരാ, ഖബ്ലഹു 2 അക്ഷരമാണ്. ഹു സാധാരണ മദ് തന്നെയാണ്, ഹു എന്ന 2 അക്ഷരം നിർത്തിയാൽ മതി. മദ്ദു സില സുഹറ. കുബ്ര വേറുണ്ട്, ഇൻഷാ നമ്മൾ പഠിക്കും. മദ്ദു സില കുബ്ര വേറുണ്ട്. ഇവിടെ സുഹറയാണ്, ചോട്ട, ചെറിയത്. വമൻ ഖബ്ലഹു വൽമുഅ്തഫികാതു ബിൽഖാതിഅ, വൽമുഅ്തഫികാതു അവിടെ നിന്നും കാര്യമായിട്ട് അവിടെ മുഅ്തഫിക അവിടെ അലിഫുണ്ട്, മദ്ദുബിയ സാധാരണ മദ്ദാണ്. ശേഷം ഹംസയോ സുക്കൂനോ ശബ്ദമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ മദ് മാത്രം. ബിൽ ഖാതിഅ, ബിൽ ഖാതിഅ അവിടെ നിർത്തുമ്പോ ബിൽ, അവിടെ ബിക്ക് ശേഷം അലിഫ് ഹംസത്തുൽ വസ്ലാണ്, അതെന്തായി ഇടയിൽ വരുമ്പോൾ സൈലന്റ് ആവും. ഉച്ചാരണം എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു, ഹംസത്തുൽ വസ്ൽ, അതായത് അലിഫിന്റെ മുകളിൽ സ്വാദുള്ള അലിഫ്, ഇടയിലാവുമ്പോൾ സൗണ്ട് ഇല്ല. ലാം അൽ ഖമരിയ ബിൽ ഉച്ചരിക്കണം, അൽ എന്ന് ഉച്ചരിക്കണം. ബിൽ ഖാതിഅ, ഖാതിഅ. ഇവിടെ നോക്കുക, ഖാതിഅത്ത് എന്നുള്ള വേർഡ് അവിടെ എന്റെ ഒരു താമർബൂത്ത് ഉണ്ട്, അതെന്താക്കണം, നിർത്തുമ്പോൾ ഖാതിഅ, ഹ എന്നാക്കി നിർത്തുക. ഖാതിഅ, ആ എന്ന സൗണ്ട് ശേഷം ഹ്, അഹ്, അഹ്.
ഖാത്തി എന്നുള്ള എന്തിൽ ആണ്, ശേഷം താമർബൂത്തുണ്ട്. സൗണ്ട് അങ്ങനെ വരും കേട്ടോ. ബിൽ ഖാത്തി. അപ്പൊ ആ ഒന്ന് സ്വന്തമായിട്ട് നോക്കി നോക്കി. وجاء فرعون ومن قبله. അത്ര വരെ ഒന്ന് ഓതി പഠിക്ക്. وجاء فرعون ومن قبله والمؤتفكات بالخاطئة والمؤتفكات بالخاطئة والمؤتفكات بالخاطئة. അപ്പൊ അത് പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിലേക്ക് കയറാൻ അതിന്റെ അർത്ഥം കൂടി പഠിച്ചാൽ മതി. വജാഅ ഫിർഔൻ നമ്മൾ നേരത്തെ സൂറത്തുൽ ഹാക്കർ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച കാര്യങ്ങളുണ്ട് അല്ലെ? പരലോകത്തെ നിഷേധിക്കുന്ന ആ പരലോകത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിച്ച ശേഷം നാളെ മുമ്പ് പരലോകത്തെ മുൻകഴിഞ്ഞ സമുദായങ്ങൾ പരലോകത്തെ നിഷേധിച്ചപ്പോൾ അവർക്കുണ്ടായ ശിക്ഷകളെ കുറിച്ചുള്ള അവരുടെ ശിക്ഷയെ കുറിച്ചൊക്കെ എന്ത് മുൻകഴിഞ്ഞ ആയത്തുകൾ വന്നു അല്ലെ? അതായത് ആദ് സമുദായത്തിലും അതേ സ്വാലിഹ് നബിയുടെ ജനതയെ സമൂഹ ഗോത്രത്തിലൊക്കെ ഉണ്ടായ വമ്പിച്ച ശിക്ഷയെ സൂചിപ്പിക്കുന്ന ആയത്തുകൾ അത് തുടർന്ന് വരികയാണ്. വന്നു ഫിർഔൻ വന്നു. വമൻ ഖബ്ലഹു അവന്റെ മുമ്പുള്ള ആളുകളും വന്നു. വൽ മുഅ്തഫികാത്ത് മുഅ്തഫികാത്ത് പറഞ്ഞാല് തലതിരിഞ്ഞ രാജ്യക്കാരും കീമയിൽ മറിക്കപ്പെട്ട രാജ്യക്കാരും വന്നു. ബിൽ ഖാത്തിഅ അവരുടെ തെറ്റുപോയി. തെറ്റ്. അപ്പൊ അവർ ചെയ്ത തെറ്റുമായിട്ട് എന്ത് ചെയ്തു? ഏതൊക്കെ ആരൊക്കെ വന്നിട്ടുണ്ട്? ഫിർഔന്, അതേപോലെ തന്നെ ഫിർഔന്റെ മുമ്പുള്ള ജനത, മുമ്പുള്ള ആള്, അതേപോലെ മുഅ്തഫികാത്ത് അതായത് അടിമേലായിട്ട് മറിക്കപ്പെട്ട, അവിടെ ഉഫിക്ക് എന്ന വാക്കാണ്, അഫക്ക ഉഫിക്ക് എന്നൊക്കെ പറഞ്ഞ വാക്കാണത് കീമേൽ മറിക്കാതെ. അതിനെന്താണ് മുഅ്തഫികാത്ത്? ഉഫുക്ക് പറഞ്ഞ ശരിക്ക് വമ്പിച്ച കളവ്, ഇല്ലാത്ത കെട്ട് ഉണ്ടാക്കാൻ അതില്ല, അങ്ങനത്തെ വലിയ കള്ളത്തിന് ഉഫുക്ക് അല്ലെ? ഹദീസിൽ ഉഫുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ വലിയ കള്ളത്തരത്തിനും പറയുന്നത് ഉഫുക്ക് വാക്ക്. അതേപോലെ തന്നെ അങ്ങനത്തെ ഉള്ള എന്താണ് തലതിരിഞ്ഞ എന്താണ് ആ കളവ് തലമറിച്ച് ഉണ്ടാക്കില്ല. അതേപോലെ തന്നെ തലതിരിഞ്ഞ കീമയിൽ മറിക്കപ്പെട്ട രാജ്യക്കാർ നടത്തുന്നതാണ് മുത്തഫിക്കാത്ത് നടത്തുന്നത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫിർഔനും അവന്റെ മുമ്പുള്ളവരും അതേപോലെ അടിമേലായി മറിക്കപ്പെട്ട രാജ്യങ്ങളും എന്തു അവരുടെ പിഴച്ച പ്രവർത്തനങ്ങളിൽ വന്നു. وجاء فرعون ومن قبله والمؤتفكات بالخاطئة. എന്താണ് അവർ പിഴച്ച പ്രവർത്തനം പറയുന്നത്? ഫഅസൗ റസൂല റബ്ബി. അടുത്ത ആയത്തെ പോയിക്കൂടെ? ആ ആയത്ത് ക്ലിയർ അല്ലേ? وجاء فرعون ومن قبله والمؤتفكات بالخاطئة. 9-ാമത്തെ ആയത്ത് നിങ്ങൾ പഠിച്ചെന്ന് തോന്നുന്നു. അതിപ്പോ തന്നെ ബൈഹാട്ടാക്കാം നമ്മുടെ കൂടെ നിന്നിട്ട്. ഓക്കെ, 10-ാമത്തെ പോയിക്കൂടെ? 10-ാമത്തെ ആയത്തിലേക്ക് പോവാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടോ. فعسوا رسول ربهم فأخذهم أخذة رابية. 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 أخذة رابية. أخذة رابية. أخذة أخذة رابية. فعسوا رسول ربهم. അങ്ങനെ അവരെന്ത് ചെയ്തു? അസൗ. എന്താ അസ? മഅസിയത്ത്. അസ അവരെന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു അല്ലെ? റസൂല റബ്ബിയും അവരുടെ റബ്ബിന്റെ ദൂതന്മാരോട്. അപ്പൊ അവരുടെ രക്ഷിതാവിന്റെ ദൂതന്മാരോട് എന്ത് ചെയ്തു? അവരെ അനുസരണക്കേട് കാണിച്ചു. ഫഅഖദഹും അപ്പം എന്ത് ചെയ്തു? അള്ളാഹു അവരെ പിടികൂടി. ഫഅഖദഹും അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? അവരെ പിടികൂടി. അഖ്ദത റാബിയ ഒരു ശക്തമായ പിടുത്തം. അഖ്ദത റാബിയ ഒരു കടുത്ത പിടുത്തം പിടിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അങ്ങേയറ്റം കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്തു അല്ലെ? അതിനാൽ അള്ളാഹു അവരെ പിടിച്ചു കുലുക്കി അല്ലെ?
ഒരു അമ്പിച്ച പിടുത്തം പിടിച്ചതാണ്. ഇവിടെ ഇവിടെ ഇതിന്റെ ശ്രദ്ധിക്കുക ഫഅസൗ. അവിടെ നമുക്ക് കാര്യമൊന്നും തെജ് നിയമമല്ല. റസൂല സാധാരണ മദ്ദാണ് നമ്മൾ പറഞ്ഞു. മദ്ദക്ഷന് ശേഷം അവിടെ വാവിന് ശേഷം സുക്കൂനോ ശബ്ദോ അതേപോലെ തന്നെ ഹംസയൊന്നുമില്ല. ആ വാവിന് രണ്ടക്ഷരം മാത്രം കിട്ടിയ റസൂല റബ്ബിഹിം ഫഅഖദഹും. ഇവിടെ ശ്രദ്ധിക്കുക ഒറ്റ നിയമമുള്ളൂ. അഖ്ദത്തൻ റാബിയ. ഈ റൂൾസ് പഠിക്കുമ്പോൾ അഖ്ദത്തൻ തൻവീന് ശേഷം നമുക്കറിയാം നമ്മള് പ്രധാനപ്പെട്ട റൂൾസ് ആണ് തൻവീൻ. തൻവീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് പറയുന്നത് ഫത്ഹ കസ്റ ലമ്മ ഇരട്ടിച്ച് വരുന്ന തൻവീൻ എന്ന് പറയും. ആ തൻവീൻ ഒന്ന് മാർക്ക് ചെയ്യോ? തൻവീൻ ബിൽ ഫത്ഹ, തൻവീൻ ബിൽ കസ്റ, തൻവീൻ ബിൽ ലമ്മ. അഖ്ദത്തൻ എന്നല്ലേ? അയ്യോ അഖ്ദത്തൻ. ആ അഖ്ദത്തൻ എന്ന തൻവീൻ ശേഷം വന്ന അക്ഷരം നോക്കുക റ ആണ്. തൻവീനിലെ അല്ലെങ്കിൽ സുക്കൂൻ നൂന് സൗണ്ട് ഒന്നാണ് അൻ എൻ അല്ലെ? അൻ ഇൻ ഉൻ. സുക്കൂൻ നൂന്റെ സൗണ്ട് എന്താണ്? എൻ. ആ ശബ്ദമാണ് പ്രശ്നം. ആ ശബ്ദത്തിന് ശേഷം ഏതക്ഷരം വരുന്നു അതനുസരിച്ച് റൂൾസുകൾ ചേഞ്ച് ആവും. ഈ ഒരു ശബ്ദത്തിന് ശേഷം ഇവിടെ റ ആണ് വന്നത്. അപ്പം അൻ ഇൻ ഒൻ അല്ലെങ്കിൽ സുക്കൂൻ നൂന്റെ ശബ്ദം എൻ. ആ ശബ്ദത്തിന് ശേഷം ലാമു റാണ് വരുന്നെങ്കിൽ ആ ശബ്ദത്തെ ആ അക്ഷരത്തിലേക്കാണ് ചേർക്കുക. ആ ശബ്ദം ഉച്ചരിക്കാതെ ആ അക്ഷരം ലാമാണ് ലാമ് റാവില് ഏതാണ് അക്ഷരം അതിലേക്ക് ചേർക്കുക. ഇവിടെ റാ ആണ് വന്നത്. അപ്പൊ അഹ്ദത്തൻ എന്ന സൗണ്ടിനെ റാവിലേക്ക് ചേർക്കുമ്പോൾ എന്തായി? ആ എന്ന സൗണ്ട് പോയി റാവിലേക്ക് എത്തി. അഹ്ദത്ത എന്ന സൗണ്ട് റാവിലേക്ക് ചേർക്കുമ്പോൾ എന്ന് ഉച്ചരിക്കുന്നില്ല, റാവിലേക്ക് ചേർത്തു. അഹ്ദത്ത എന്ന സൗണ്ട് റാവിലേക്കാണ് ചേർത്തു. എൻ എന്ന് ഉച്ചരിക്കാതെ ആ തൻവീന്റെ ശബ്ദത്തെ റാവിലേക്ക് ചേർത്തു. അപ്പൊ ആ റാവിന് ശബ്ദമായി മാറി. ഇദ്ഗാം ബിലാ ഗുന്ന. ഗുന്ന ഇല്ലാതെ മേർജ് ചെയ്യുക, കൂട്ടിലയിപ്പിക്കുക. അപ്പൊ ആ തൻവീന്റെ ശബ്ദത്തെ റാവിലേക്ക് കൊടുത്തു. അപ്പൊ റാവിന് ശബ്ദമായി മാറി. റാബിയ. ഈ റൂൾസ് മനസ്സിലാവാത്തതുണ്ടോ? തൻവീന് ശേഷം അല്ലെങ്കിൽ സുക്കുൻ നൂന് ശേഷം ലാമോ റോ വന്നു കഴിഞ്ഞാലാണ് ഈ റൂൾസ്. ഉദാഹരണത്തിന് റാബിയ റാബിയ. അതേപോലെ ഗഫൂറുൻ റഹീം. അങ്ങനെ പോവുക ഗഫൂറുൻ റഹീം. ഗഫൂറുർ റഹീം അല്ലെ? എന്നൊരു ഉച്ചാരണം റാവിലേക്ക് ചേർത്തു. ഗഫൂറുർ റഹീം. അൻ റആഹു. എങ്ങനെ പോവുക? അൻ റആഹു. അൻ സൗണ്ടിനെ റാവിലേക്ക് ചേർത്തു. അർ റആഹു ഇസ്തഗ്ന അല്ലെ? മിൻ റബ്ബിഹിം. എങ്ങനെ ഓതും? മിൻ റബ്ബിഹിം മിൻ റബ്ബിഹിം. അതേപോലെ തന്നെ ലാമു എന്നാണ് ഇങ്ങനെ മിൻ ലദുൻഹു. മിൻ ലദുൻഹു മിൻ ലദുൻഹു. നൂന്റെ ശബ്ദത്തെ ലാമിലേക്ക് ചേർത്തു. മിൻ ലദുൻഹു. വൈലുൻ ലി. വൈലുൻ ലി. വൈലുൻ ലി. അപ്പൊ ആ തൻവീന ശബ്ദത്തെ തൻവീന് ശേഷം ലാമോ റോ വന്നു കഴിഞ്ഞാൽ രണ്ടക്ഷരം മാത്രമേ പഠിക്കാനുള്ളൂ. ലാം റോ. ഇത് വന്നു കഴിഞ്ഞാൽ ആ തൻവീന ശബ്ദത്തെ ഈ വന്ന ലെറ്റേഴ്സിൽ ചേർക്കുക. മണിക്കാൻ പാടില്ല. സൗണ്ട് അല്ല ഇൽ എന്ന് വരരുത്. മല്ല എന്ന് ഓതരുത്. മല്ല മില്ലദുനു മില്ലദു. ചില ആൾക്കാര് വൈലുല്ലി എന്ന് പറയാം. അങ്ങനെയല്ല, വൈലുല്ലി അത്രേ ഉള്ളൂ. അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. ഇദ്ഗാം ബിലാ ഗുന്ന. മണിക്കാതെ എന്ത് ചെയ്യാം? മേർജ് ചെയ്യും. ക്ലിയർ ആണല്ലോ? فعسوا رسول ربهم. വേഗം പഠിക്കുക. فعسوا رسول ربهم فأخذهم أخذة رابية. فعسوا رسول ربهم فأخذهم أخذة رابية. അവിടെ ആദ്യത്തിൽ فأخذهم فتحان فأخذهم. പിന്നത്തേല് أخذة ഖാക്ക് സാക്കിനാണ്. ശ്രദ്ധിക്കാം കേട്ടോ. فأخذهم أخذة رابية. أخذة رابية. റോ റോ രണ്ടക്ഷരം മാത്രം കിട്ടിയത്. റോബിയ റാബിയ എന്ന് പറയുന്നത്. റാ വായു മലർത്തി പറയുന്നത് റോബിയ. റോ അറബിയില് റ എന്ന അക്ഷരമല്ല, മലയാളത്തിലെ റ അല്ല. റോ മലയാളത്തിലെ റ നിങ്ങൾ എഴുതൂലേ? റോ അതാണ്. റോ അതാണ് അറബിയിലെ അക്ഷരത്തിന്റെ സൗണ്ട്. റോ ആണ്. റ എന്ന് അർ-റഹ്മാൻ അർ-റഹീം എന്ന് പറയുന്നത്. അർ-റഹ്മാൻ അർ-റഹീം. റബ്ബ് അൽഹംദുലില്ലാഹി റബ്ബിൽ. റബ്ബിൽ എന്ന് പറയുന്നത് റബ്ബിൽ. അപ്പൊ ആ അക്ഷരത്തിന്റെ സൗണ്ടും ക്ലിയർ ആക്കുക. ക്ലിയർ? മൂന്നാമത്തെ ആയത്തിലേക്ക് പോയിക്കൂടെ? രണ്ടായത്തൊന്ന് ഓതിയേക്കോണ്. وجاء فرعون ومن قبله والمؤتفكات بالخاطئة. وجاء فرعون ومن قبله والمؤتفكات بالخاطئة. ആയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത ആയത്തിലേക്ക്. فعسوا رسول ربهم فعسوا رسول ربهم
فأخذهم أخذة رابية فعصوا رسول ربهم فأخذهم أخذة رابية ഫഅസോ ശരിക്കും ഒക്കെ നമ്മൾ വാവും ഫാവും കറക്റ്റ് നമ്മൾ എവിടെയാണല്ലോ കറക്റ്റ് നമ്മൾ മൈൻഡിൽ വേണം. ഖുറാനിലേക്ക് നോക്കാൻ വേണം. ആദ്യത്തിൽ വജ, രണ്ടാമത്തിൽ ഫഅസോ. ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഏതാണോ പറഞ്ഞതെന്ന് അറിയാത്ത രൂപത്തിൽ നമ്മൾ ഉച്ചരിക്കാതിരിക്കുക. പലപ്പോഴും സംശയത്തിന്റെ പേരിൽ എന്ത് ചെയ്യും, വാവാണോ ഫ ആണോ എന്നുള്ളത് അങ്ങനെ രണ്ടുകൊണ്ട് ക്ലിയർ ആയിട്ട് ഉച്ചരിക്കാതെ പലരും അങ്ങനെ ഓതാറുണ്ട്. ശ്രദ്ധിക്കുക. ഫഅസോ ഉച്ചരിക്കുമ്പോൾ ലിപ്പ് ഫ, മേലത്തെ പല്ലിന്റെ താഴ്ഭാഗത്ത്, മേലത്തെ പല്ല് താഴത്തെ ലിപ്പിന്റെ അവിടെ നിന്ന് വരണം. മേലത്തെ പല്ലിന് താഴ്ഭാഗം, താഴത്തെ ചുണ്ടിൽ നിന്ന് വരണം. മേലത്തെ പല്ലിന് താഴെ ഭാഗം, താഴത്തെ ചുണ്ടിൽ. فعصوا رسول ربهم فأخذهم أخذة رابية. മൂന്നാമത്തെ പോവാം. إنا لما طغى الماء حملناكم في الجارية إنا لما إنا لما നോക്കിയാ രണ്ടും രണ്ടും ഒരേ മദ്ദാണ്. രണ്ടക്ഷരം മാത്രം നിർത്തിയാൽ മതി. രണ്ടും ഒരേ മണിക്കലുമാണ്. ഷദ്ദുൽ നൂന് ഷദ്ദുൽ അമീന് രണ്ടും ഒരേപോലെ മണിക്കണം. രണ്ടക്ഷരം. രണ്ടും ഒന്നേയുള്ള അക്ഷരം. ഷദ് വന്നാൽ ഷദ്, നൂന് ഷദ് വന്നാലും മീമിന് ഷദ് വന്നാലും എന്ത് ചെയ്യണം, മണിക്കണം. ഇവിടെ തൊഗ എന്നുണ്ട്, പക്ഷെ ആ മദ്ദിനെ കളഞ്ഞു. നമുക്കറിയാം മദ്ദിന്റെ അക്ഷരശേഷം അലിഫിന്റെ മുകളിൽ സോദുള്ള അലിഫ് ഹംസത്തിൽ വത്തിൽ വന്ന നിലവിലുള്ള മദ്ദിനെ കളയണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ തൊഗ എന്ന് നീട്ടൂല, തൊഗ തൊഗ. ഈ ഗ എന്ന സൗണ്ട് നമുക്ക് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉപ്പ് ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ആക്കൂലേ, അവിടെ തന്നെ ആ സൗണ്ട് വരണം. ചെറുനാവിന്റെ അവിടെ നിന്ന് വരണം. ഈ മാ എന്നുള്ള മദ്ദ് നേരത്തെ പഠിച്ചു. ജാ അതിൽ പഠിച്ച അതേ മദ്ദ് തന്നെയാണ്. ജാ ഏത് മദ്ദായിരുന്നു? മദ്ദുൽ ഒറ്റപദത്തില് മുത്തസിൽ. ഇവിടെയാണ് ഒറ്റപദം. മാ ഒറ്റപദമാണ്. മദ്ദിന്റെ അക്ഷരം അലിഫ് വന്നു, ഹംസ. മാ ഒറ്റപാടാണ്. അവിടെയും മദ്ദക്ഷരം ഹംസ സിംഗുലർ വേർഡ് വന്നപ്പോ ഒറ്റപദം. അതിന്റെ പേര് മദ്ദുൽ മുത്തസിൽ. മദ്ദുൽ മുത്തസിൽ ഒരേ മദ്ദ. അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സൗണ്ട് എടുക്കണേ. അവിടുന്ന് നമ്മുടെ തൊണ്ടയുടെ മധ്യത്തിൽ നമ്മുടെ ആഡംസ് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടുള്ള അവിടുന്ന് വരുന്ന സൗണ്ട് പ്രാക്ടീസ് ചെയ്യണം. അക്ഷരം حملناكم في الجارية حملناكم في الجارية മുൻകഴിഞ്ഞ സമുദായത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ ഫിറഔന്റെയും അവന് മുൻപുള്ള സമുദായത്തെയും അതേപോലെ കീഴ്മേൽ മറിക്കപ്പെട്ട രാജ്യം, അത് ഞാൻ പറയാൻ വിട്ടതാണ്. അത് ലൂത്തിനബിന്റെ സമുദായമാണ് കേട്ടോ. കീഴ്മേൽ മറിക്കപ്പെട്ട രാജ്യം അതായത് അങ്ങേറ്റത്തെ അഹങ്കാരവും അതേപോലെ തന്നെ വേണ്ടാത്തരം അല്ലെ, ആണും പെണ്ണും സ്വർഗരതി ആയിട്ട് ജീവിച്ചിരുന്ന സമുദായം. അതായത് അവർക്ക് വന്ന പ്രവാചനത്തിന്റെയും അവരിലേക്ക് വന്ന പ്രവാചനയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഏഞ്ചൽസിന് വരെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ച അത്തരം അങ്ങേറ്റത്തെ മ്ലേച്ഛകരമായ പ്രവർത്തനത്തിൽ മുന്നിൽ പോയ സമുദായത്തുള്ളത് കീമയിൽ മറിക്കപ്പെട്ടു ലൂത്തനബിന്റെ ജനത. അതാണ് വലിയ മുത്തഫിക്കാത്ത്. ഫിറോനും മുമ്പുള്ള ജനതയും അതേപോലെ തന്നെ തല കീമയിൽ മറിക്കപ്പെട്ട രാജ്യക്കാരും അവരുടെ തെറ്റുമായി വന്നു അല്ലെ, അവരുടെ പേഴ്ച കാര്യങ്ങൾ വന്നു. റസൂല റബ്ബിഹിം, അവരെന്ത് ചെയ്തു? അവരെ റബ്ബിന്റെ ദൂതന്മാരെ നിശ്ചയിച്ചതിനാൽ അള്ളാഹു എന്ത് ചെയ്തു? അവരെ വമ്പിച്ചൊരു പിടുത്തം പിടിച്ചു. എന്നിട്ട് അള്ളാഹു പറയാം അതേപോലെ തന്നെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? തീർച്ചയായും ലമ്മാ തൊകൽമാവ്. തൊഹർ എന്താ? അതിരുകവി അല്ലെ. തൊകൽമാവ് വെള്ളം അതിരുകവി ഒഴിയ ഒരു ജനത ഉണ്ട് അല്ലെ. ഏത് ജനതാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്? നമുക്കറിയാം അല്ലെ, നൂഹ് നബിന്റെ ജനത അല്ലെ. അപ്പൊ നൂഹ് നബിന്റെ ജനത അള്ളാഹു നശിപ്പിക്കും വെള്ളപ്പൊക്കം പോലെ. ഹമൽനാക്കും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? കയറ്റി. ഹമൽനാശത്ത് നിങ്ങളെ വഹിപ്പിച്ചു, നിങ്ങളെ നാം എന്ത് ചെയ്തു? കയറ്റി. എന്ത്? ഫിൽ ജാരിയ. ജാരിയാണ് ഉദ്ദേശിച്ച കപ്പലാണ്. ജറാണ് ഒഴുകുന്നത്, ജാരിയാണ് ഒഴുകുന്നതാണ് കപ്പൽ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? അവരെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി. ആ കാര്യം ഓർമ്മപ്പെടുത്താണ്.
ഇന്നാലമ്മ തീർച്ചയായും നിങ്ങളെ നാം നേരിടുന്നുണ്ട് ലമ്മ തൊകൽമ വെള്ളം അതിലിട്ട് ഒഴുകിയ സമയത്ത് എന്തുണ്ട് ഹമൽനാക്കും നാം നിങ്ങളെ കയറ്റി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്തില് ഫിൽ ജാരിയ കപ്പലിൽ. അങ്ങനെ കപ്പൽ രക്ഷപ്പെടുത്തിയ സമുദായം നിങ്ങൾ അല്ലെ. ഇന്നാലമ്മ പിന്നെ ഒരു വിശ്വാസ സമൂഹം മാത്രമേ ഉള്ളൂ. നൂഹ് നബിന്റെ ജനതയെ അള്ളാഹു എന്ത് ചെയ്തു? ആ കപ്പലിൽ കയറിയ ആളുകളെ മാത്രം ബാക്കിയായി ഭൂലോകത്ത്. ബാക്കി എല്ലാവരും നശിച്ചു. ഇതിന് വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. ശരിക്കും ഉണ്ടാവേണ്ടി പിന്നെ വിശ്വാസ സമൂഹം മാത്രമാണ്. പക്ഷെ പിന്നെയും തെറ്റിലേക്ക് പോയി ആളുകൾ. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. ഇന്ന സ്വലമാർക്കും ബിസ്സൂലെ തെറ്റിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പം ആ ഒരു സമയം തെറ്റ് ചെയ്ത് വീണ്ടും അടുത്ത പ്രവാചകൻ അള്ളാഹു നിയോഗിക്കുകയാണ്. إنا لما طغى الماء حملناكم في الجارية إنا لما طغى الماء حملناكم في الجارية ونوديك إنا لما طغى الماء حملناكم في الجارية إنا لما طغى الماء حملناكم في الجارية. നോക്കിയോ കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? പറഞ്ഞോളൂ. ഇല്ല, ക്ലിയർ ഉണ്ട്. إنا لما طغى الماء حملناكم في الجارية. ഇതിൽ എല്ലാ റൂൾസും വേറെ ആയിട്ട് കിട്ടിയ എല്ലാ റൂൾസും പറയാൻ പറ്റണം. നൂൻ ശബ്ദമുള്ള നൂനാണ് മണിക്കണം. മീം ശബ്ദമുള്ള മണിക്കണം. അവിടെ 2 അലിഫ് വന്നിട്ട് ഇന്നയുടെ അലിഫ്, ഇന്നയ്ക്ക് ശേഷം വന്ന അലിഫ് സാധാരണ മദ്ദാണ്. ലമ്മ മീമിന് ശേഷം വന്ന അലിഫ് അത് സാധാരണ മദ്ദാണ്. തൊഗ അവിടെ മദ്ദിനെ കളഞ്ഞു. ഇൽത്തിഖാഉ സാക്കിൻ എന്നൊക്കെ റൂൾസ് എന്ന് പറയും. ഇൽത്തിഖാഉ സാക്കിൻ 2 സുക്കൂൻ അടുത്ത് സുക്കൂൻ അക്ഷരങ്ങൾ അടുത്ത് കണ്ടുകൊണ്ടാണ് ആ മദ്ദിനെ കളഞ്ഞത്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. തൊഗൽ എന്ന് വരാൻ കാരണം ഇൽത്തിഖാഉ സാക്കിൻ എന്ന റൂൾസ് പറയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താണ് ഇൽത്തിഖാഉ സാക്കിൻ എന്ന് പിന്നീട് പറയാം. ഇത് പറയുമ്പോൾ നമുക്ക് അടുത്ത ആയത്ത് എടുക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ദിവസം പറയാം. തൊഗൽ മാഉ അവിടുത്തെ അലാം അൽ ഖമരിയാണ്. തൊഗൽ അൽ ഉച്ചരിക്കണം, അൽ ഖമരിയാണ്. മാഉ അലിഫ് മദ്ദുൽ മുത്തസിലാണ്. ഹമൽന അവിടുത്തെ അലിഫ് മദ്ദുൽ സാധാരണ മദ് തന്നെയാണ്. ഫിൽ ജാരിയ അവിടെ ഫീ എന്നുള്ള മദ്ദിനെ കളഞ്ഞു. ശേഷം ഹംസത്തുൽ വസ്ൽ വന്നുകൊണ്ട് ഇൽത്തിഖാഉ സാക്കിനൈൻ ഫിൽ ജാരിയ ലാം അൽ ഖമരിയ ജാരിയ അവിടുത്തെ അലിഫിനെ 2 അക്ഷരം മാത്രം നിർത്തിയാൽ മതി. ജാരിയ ജാരിയ യഹ് താമർബുത്തിനെ ഹാക്കി നിർത്തണം. ഓക്കെ, അടുത്തേക്ക് പോവാം. لنجعلها لكم تذكرة وتعيها لنجعلها لكم تذكرة وتعيها أذن واعية لنجعلها لكم لنجعلها لكم تذكرة وتعيها لنجعلها لكم تذكرة وتعيها أذن واعية أذن واعية أذن واعية لنجعلها لكم എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ലിനജഅലഹാ ലക്കും നിങ്ങൾക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട്. തദ്കിറത്തൻ എന്തായിട്ട്? എന്താ തദ്കിറത്ത്? ഓർമ്മ അല്ലെ. അതേപോലെ തന്നെ ഉപദേശം എന്നൊക്കെ അർത്ഥം ഉപയോഗിക്കണം. ലിനജഅലഹാ ലക്കും തദ്കിറതൻ വതഅയഹാ അപ്പൊ നിങ്ങൾക്ക് അവയെ ഒരു സ്മരണയാക്കാൻ വേണ്ടിയിട്ട്. ലിനജഅലഹാ ലക്കും തദ്കിറതൻ വതഅയഹാ നിങ്ങൾക്ക് അതിനെ ഒരു സ്മരണയാക്കാൻ വേണ്ടിയിട്ട്. അവിടെ നോക്കുക, തഈ എന്ന വാക്ക് വഅ എന്ന വാക്കുന്നുണ്ട്. വഅ പഠിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നർത്ഥം. ഇവിടെ നോക്കുക, തഅയ്യഹ എന്ന് ഉപയോഗിക്കാൻ കാരണം ലിനജഅലഹാ ലക്കും തദ്കിറതൻ അതിനെ നിങ്ങൾക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട്. വതഅയ്യഹ അത് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ഉദുനു വാഇയ ഉദുന് ചെവി അല്ലെ. ഉദുനു വാഇയ എങ്ങനെ?
ചെവി കൊണ്ട് ആ അങ്ങനെ അതായത് ചെവികൾക്ക് കാതുകൾക്ക് അവ ഗ്രഹിച്ച് പഠിക്കുവാനും വേണ്ടി. ഇവിടെ ഇവിടെ ശ്രദ്ധിക്കണേ, ഈ ഉദനിന്റെ അഡ്ജക്റ്റീവ് വിശേഷമായിട്ടാണ് എങ്ങനത്തെ ചെവി എന്ന് പറഞ്ഞത്, പഠിച്ച് മനസ്സിലാക്കുന്ന ചെവി. അതാണ് വാഅയ്യ. വ എന്ന വാക്കുന്നത് തഅയ്യ എന്ന് പറഞ്ഞാൽ തഅയ്യ എന്ന് പറഞ്ഞത് പഠിക്കുന്ന, പഠിക്കാനും വേണ്ടി. അതേ വാക്കാണ് വാഅയ്യ. വ എന്നാണ് വാഇയത്ത് ഉണ്ടായത്. വ എന്ന് പറഞ്ഞാൽ പഠിക്കുക, ഗ്രഹിക്കുക, അതിനാണ് വാഅയ്യ. ആ ഉദനിന്റെ വിശേഷണം എങ്ങനത്തെ ചെവിയാണ്? പഠിച്ച് മനസ്സിലാക്കുന്ന ചെവി. ഇപ്പോൾ ചെവി സ്ത്രീലിംഗ പാഠാണ്. നമ്മുടെ ശരീരത്തില് പേറായി വരുന്നതൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് സാധനം. അപ്പൊ എന്റെ താ മർബൂത്തുള്ളൊക്കെ സ്ത്രീലിംഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്റെ താ എന്ന് അവസാനിക്കുന്നതൊക്കെ അല്ലെ, അങ്ങനത്തെ പദങ്ങളൊക്കെ സ്ത്രീലിംഗ പദം മനസ്സിലാക്കാനേ നമുക്ക് അങ്ങനെ ഒരു എങ്ങനെ സ്ത്രീലിംഗ പദത്തെ മനസ്സിലാക്കുക എളുപ്പവഴി. ഇപ്പൊ സബൂറത്തുൻ, ബക്കറത്തുൻ, തുൻ തുന്നൊക്കെ എന്താണ് ഫെമിനായിട്ട് നമ്മൾ സ്ത്രീലിംഗ പദമായിട്ട് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ അതിൽ പെടാതെ ചിലത് കണ്ടാല് പുല്ലിംഗം തോന്നും, പക്ഷെ സ്ത്രീലിംഗമായി ചില പദങ്ങളുണ്ട്. അതാണ് നമ്മുടെ ബോഡി പാർട്സിൽ വരുന്ന പേരായി. ഇപ്പൊ കണ്ണ് അത് സ്ത്രീലിംഗാണ്. അതേ ചെവി രണ്ടെണ്ണം ഉണ്ട്, അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കാറ്. യദ് സ്ത്രീലിംഗ പദമായിട്ടാണ് ഉപയോഗിക്കാറ്. രിജില് കാല് അത് സ്ത്രീലിംഗ പദമായിട്ടാണ് ഉപയോഗിക്കല്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ അതിൽ കെച്ചഫ് മാത്രമാണ് പുല്ലിംഗായിട്ട് ഉപയോഗിക്കുന്നത്. അത് രണ്ടെണ്ണം ഉണ്ടെങ്കിലും അതിനെ എന്താണ് പുല്ലിംഗ പദമായിട്ട് ഉപയോഗിക്കും. ബാക്കി എല്ലാ ബോഡി പാർട്സും നമ്മുടെ രണ്ടെണ്ണങ്ങളൊക്കെ സ്ത്രീലിംഗ പദമായിട്ടാണ് ബോഡി പാർട്സിൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ. അപ്പം സാറേ ഇവിടെ തഅയ്യ സാറേ പറഞ്ഞോളൂ. ടൈം കുറച്ച് ആ ഇപ്പൊ ഒന്ന് കട്ടാവുക അപ്പം കഴിഞ്ഞു. لنجعلها لكم تذكرة وتعيها أذن واعية. അപ്പൊ ഇവിടുത്തെ ലിനജ്അലഹ അവിടെ ജീമ ഹുറൂഫിൽ കലക്കലയാണ്. തൻവീന് ശേഷം വാവ് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു തൻവീന് ശേഷം അൻ ഇൻ ഉൻ, ആ സൗണ്ടിന് ശേഷം മുഴുവൻ വന്നു കഴിഞ്ഞാൽ മീമ് വാവുനൂന് വന്നു കഴിഞ്ഞാൽ ആ സൗണ്ടിനെ അൻ ഇൻ എന്ന ശബ്ദത്തെ വാവിലേക്ക് ഏതാണ് അക്ഷരത്തിലേക്ക് ചേർത്തിട്ട് മണിച്ചുകൊണ്ട് ഓതണം. അല്ലെ? മണിക്കാതെ ഓതേണ്ട അക്ഷരം നേരത്തെ പറഞ്ഞു ലാമുറാവും. ഇവിടെ മണിച്ചു ഓതണം. തെറിക്കിറത്തനെ തൻവീന് ശേഷം ആ ശബ്ദത്തിന് ശേഷം വാവ് വന്നു. അതിൽ ഏതൊക്കെ വ്യത്യാസം ഓർക്കണ്ടേ? മീമ് യാ വാവനൂന്. തൻവീനെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ സുക്കൂനെ ഫോളോ ചെയ്ത് മീമ് യാ വാവ് മുഴുവൻ ഈ 4 അക്ഷരങ്ങളാണ് ഏത് വന്നാലും ആ ശബ്ദത്തെ എന്ത് ചെയ്യണം? ഇതിലേക്കാണ് ചേർക്കണം.